അങ്ങനെ വെക്കേഷൻ മൂന്നാമത്തെ ദിവസം കേട്ടോ. പേപ്പറൊന്നും നോക്കിയിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ തത്തി ഉപ്പയൊക്കെ വിളിച്ചപ്പം അവിടെ മന്തി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും കുട്ടികളും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോയിട്ടോ. താത്താൻ്റെ വീട്ടിൽ. അപ്പോൾ ഇത് താത്താൻ്റെ വീടാണ് കേട്ടോ. ഞാനിങ്ങനെ വീടെടുക്കണേന് അവളവിടെ കിടന്നിട്ട് ബഹളം വെക്കുന്നുണ്ട്, വൃത്തിയാക്കാണ്ട് പണിയൊന്നും കഴിയാതെ നീ വീടെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ മന്തി, ഞാൻ ഇതിൻ്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് താത്ത, നല്ല ടേസ്റ്റിലുണ്ടാക്കും. ഇത് താത്താൻ്റെ മോള് സനക്കുട്ടി അടുത്ത മാസം പോവാണ് പഠിക്കാൻ വേണ്ടിയിട്ട് മംഗലാപുരത്തേക്ക്. അപ്പോൾ കണ്ടില്ലേ, പ്രായമായിട്ടില്ല, പ്ലസ് ടു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഗെയിം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഒന്ന് വൃത്തിയൊന്നും ആക്കാണ്ട് എടുക്കുന്നതെന്ന്. ഇതിന് ഇത്രയൊക്കെയല്ലേ വൃത്തി, ഇതിന് കൂടുതൽ എന്തോന്ന് വൃത്തി. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പുട്ട്. പിന്നെ ഈ കവറും ഈ ഉള്ളിത്തോലൊക്കെ ഇവിടെ കിടക്കുന്നതാണ് അവൾ പറയുന്നത് വൃത്തിയില്ലാന്ന്. വീടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവളെ വീട് മുഴുവനായും കാണിക്കുമ്പോൾ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ അവളും താത്തി അനിയത്തിയും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ വീട്ടിലാകുമ്പോൾ മാക്സിമം ഷോൾ ഇടാതൊക്കെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഉൾപ്പെടുത്താതെ കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ പിന്നെ പോരാത്തതിന് യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കാണിച്ചത് അതാ നമ്മുടെ ശാലുവൊക്കെ പോകുന്നുണ്ട്. എന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എടുക്കല്ലേ ഷാജിമ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് യന്ത്രങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന രണ്ടാളുകൾ, എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും, അവർ കാണിച്ചു കഴിഞ്ഞു. ഞാനപ്പോൾ നല്ല പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അവർ അമ്മാനും അനിയത്തിയും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും മക്കളും വരാനുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിക്കൻ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നായ്ക്കളെ ശല്യം നല്ല ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നായ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിലൊക്കെ നിറയെ ചെടികൾ കയറ്റി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ കാറ്റടിക്കുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. നല്ല ചെടി, എൻ്റെ പോലെ തന്നെ കേട്ടോ, എൻ്റെ വീട്ടിനെക്കാളും ചെടികളുണ്ട്, അപ്പുറത്ത് കുറേ പച്ചക്കറികളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇത് താത്ത ഉണ്ടാക്കുന്നില്ല, താത്തനെക്കാളും ഇഷ്ടം സിദ്ധിയാക്കാണ്. അത് തറവാടാണ്, തൊട്ടടുത്ത് തന്നെ തറവാട് കേട്ടോ. എൻ്റെ വീട് പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വീട് തറവാടിൻ്റെ അടുത്ത് തന്നെയാണ്, അതേപോലെ തന്നെയാണ് താത്ത ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവളെ ഹോളാണിത്. ഞാൻ അതിൻ്റെ മുന്നെങ്ങാനും ഈ വീടിൻ്റെ ഹോം ടൂർ ഇട്ടെന്ന് എനിക്ക് തോന്നുന്നത് നോക്കേണ്ടി വരും. അപ്പോൾ ഹോളാണിത് വരുന്നത്. പിന്നെ 2 ബെഡ്റൂം താഴെ, പിന്നെ മേള്, നമ്മൾ മുസാഫും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്. പിന്നെ നമ്മുടെ കിച്ചൺ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ കാണാറുണ്ട്. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഇതാ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് ആബി വിളിച്ചപ്പം ഞാൻ ഓടി വന്നാട്ടാ വീഡിയോ എടുക്കാൻ. ഞാൻ വീടൊക്കെ ഒന്ന് എടുക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് ഇത് വന്നു. അപ്പം ഞാനത് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞപ്പം കുറച്ചെടുത്തിട്ട് ഉപ്പ് നോക്കുകയാണ് കേട്ടോ. നമ്മൾ ഉപ്പ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സെറ്റാവും നമുക്കറിയാം. അങ്ങനെ അത് മേളിൽ നിന്ന് റൈസ് മാറ്റിയിട്ട് അടിയിൽ ചിക്കൻ നമ്മൾ ദമ്മിട്ടല്ലേ അതൊക്കെ ഇങ്ങനെ തിരിക്കായിരുന്നു. മോളിൻ്റെ ഷേഹാണ് മയണൈസ് ഉണ്ടാക്കിയത്. തക്കാളി ചട്ടണി മൈ സ്പെഷ്യൽ. അപ്പോൾ ഇതിന് അനിയത്തി മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്ന് കയറി. പിന്നെ പ്രതീക്ഷിക്കാതെ എൻ്റെ ബ്രദർ കയറി വന്നു. വൈഫും മക്കളും ഇല്ല, അവനാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അനിയത്തിൻ്റെ മോളും അനിയത്തിയും എല്ലാവരും കൂടി ദിവസം ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കെട്ടുമുട്ടൊക്കെയാണ് ഒരാളുടെ നെറ്റിയിൽ കാണുന്നത്. ഇതാണ് അനിയത്തിയുടെ ഭർത്താവ് ജിലിയിൽ. ഇതെൻ്റെ കെട്ടിയോന്. ഞാൻ വീഡിയോ എടുക്കണേന് എന്നെങ്ങാനും ഉൾപ്പെടുത്തിയാലെന്നും പറഞ്ഞ് വഴക്കേറിയായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറാണ് കേട്ടോ അത്. ബ്രദറിന് പപ്പടം നിർബന്ധമാണ്. അപ്പോൾ വന്നപ്പോൾ വേഗം പപ്പടം ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരെ വിളിച്ച് വരുത്തുകയാണ്. ഇതാണ് നെശക്കുട്ടി, ഇതെൻ്റെ സന്താനം മൊബൈലിൽ. പിന്നെ ബ്രദർ വന്നിട്ട് ഓടിപ്പോയി ഉമ്മാനെ കണ്ട് എന്താ പറയുക സലാമൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശാലുവിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സുന്ദരിക്കുട്ടി. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ സെറ്റായി. ഇവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ചിക്കൻ മന്തിയാണ്, അടിപൊളി മന്തിയായിരുന്നു, അടിപൊളി. പക്ഷെ നന്നായി കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന് അങ്ങനെ വല്ലാണ്ടൊന്നും കഴിച്ചില്ല. എനിക്ക് മിസ് ചെയ്യുന്നു. ഇപ്പോൾ രാത്രി ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ കഴിച്ചാൽ മതിയായിരുന്നെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കുടുംബസമേതം ഏട്ടത്തെയും അനിയത്തെയും ആങ്ങളെയും മക്കളും കുട്ടികളും എല്ലാവരും കൂടെ ഇന്നത്തെ ദിവസം നല്ല ഹാപ്പിയായി. താങ്ക് യു അബി.